വാട്സാപ്പിൽ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മൾ ഒരുപാട് മെസ്സേജുകൾ അയച്ചു കൊടുക്കാറും ഉണ്ട്. എന്നാൽ വാട്സാപ്പിൽ നമുക്ക് വരുന്ന വോയിസ് മെസ്സേജുകൾ അതെങ്ങനെ ടെക്സ്റ്റാക്കി മാറ്റാൻ സാധിക്കും? പല ഭാഷകളിലുള്ളതാണെങ്കിലും നമ്മുടെ ലാംഗ്വേജിലേക്ക് നമുക്ക് ടെക്സ്റ്റാക്കി മാറ്റി നമുക്കത് കോപ്പി ചെയ്യാം, ഷെയർ ചെയ്യാം, നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. എങ്ങനെയാണ് വോയിസ് മെസ്സേജ് ടെക്സ്റ്റാക്കി മാറ്റാൻ സാധിക്കുക? സാധാരണ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ നമുക്ക് നമ്മുടെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴിയൊക്കെ സാധിക്കും. എന്നാൽ വോയിസ് മെസ്സേജ് എങ്ങനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും? പല ആളുകൾക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതിനായിട്ട് ഞാനൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ empty ആണ് കാണിക്കുന്നത്. വലതുവശത്ത് മുകളിൽ ഒരു 3 ഡോട്ട്സ് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രീമിയം വേർഷനൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലാംഗ്വേജ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ലാംഗ്വേജസ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അതിവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ മലയാളം ഇതിൽ നിന്നും സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് മലയാളം കാണാൻ സാധിക്കും. അവിടെ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് നടുവിലായിട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. നമുക്കിവിടെ ഒരുപാട് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പം മലയാളം മാത്രം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മലയാളം ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വോയിസ് മെസ്സേജ് എങ്ങനെ ടെക്സ്റ്റാക്കി മാറ്റാം എന്ന് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞാനൊരു വോയിസ് മെസ്സേജ് ഇവിടെ ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ വോയിസ് മെസ്സേജ് ഉണ്ട്. ഞാനത് ലോങ് പ്രസ് ചെയ്യാണ്. ലോങ് പ്രസ് ചെയ്തു. അതിനുശേഷം വലതുവശത്ത് മുകളിൽ ഒരു 3 ഡോട്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഷെയർ, പിൻ, റിപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഷെയർ എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആ ആപ്ലിക്കേഷൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓക്കെ എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരസ്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ട്രാൻസ്ക്രൈബ് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ നമ്മൾ സെലക്ട് ചെയ്ത ലാംഗ്വേജുകളൊക്കെ ഇവിടെ കാണാം. മലയാളം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ മലയാളം ഞാൻ സെലക്ട് ചെയ്ത ലാംഗ്വേജ് ഇവിടെ കാണുന്നുണ്ട്. മലയാളം ഞാൻ സെലക്ട് ചെയ്തു. ട്രാൻസ്ക്രൈബ് ഇവിടെ കൊടുത്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി. നമ്മുടെ ആ ഒരു വോയിസ് മെസ്സേജ് ഉടനെ ടെക്സ്റ്റാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വലിയൊരു വോയിസ് ആണ്. അത് ഫുള്ളായിട്ട് നമുക്കിവിടെ മലയാളത്തിലേക്ക് മാറി വരുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. വലിയൊരു വോയിസ് ആണ്. അത് നമുക്കിവിടെ മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലാംഗ്വേജസ് മാറ്റാനുള്ള ഓപ്ഷൻ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഷെയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മറ്റേത് പ്ലാറ്റ്ഫോമിലേക്കും ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാനും സാധിക്കും. വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു സംഭവമാണ് നമ്മുടെ വാട്സാപ്പിൽ വരുന്ന വോയിസ് മെസ്സേജുകൾ ടെക്സ്റ്റാക്കി മാറ്റുന്ന ഈ ഒരു സംഭവം. ഇത് പലർക്കും അറിയാത്തതാണ്. നിങ്ങൾക്ക് ഇത് മുന്നേ അറിവുള്ളതാണെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.